അനുവദിക്കപ്പെട്ടു വരുന്ന കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരുടെയും ഈമാനെ സംരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, രാഗങ്ങളും അതുപോലെ മ്യൂസിക്കുകളും സജീവമാകുന്ന കാലഘട്ടമാണ്. അനാവശ്യമായ മ്യൂസിക്കുകള്, ഇസ്ലാം അരുതായ്മ പറഞ്ഞ മ്യൂസിക്കുകള് സജീവമായി നിലകൊള്ളുന്ന കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു രംഗം വരാനുണ്ട്. നോക്ക് നിങ്ങള്, നമ്മുടെ കാലത്ത് ചില പ്രത്യേക ഗായികമാരുണ്ട്, നല്ല മൊഞ്ചുള്ള പാട്ട് പാടുന്ന ഗായികമാരാണ്. അവർ വരുന്നുണ്ടെന്ന് കേട്ടാൽ 10,000 തടിച്ചുകൂടും. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ നാക്കിന്റെ ആ ഗാനം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭംഗിയും ആ സൗന്ദര്യവും ആ ശ്രവണപുടത്തിലെ ആകർഷണവും സ്വാധുമാണ്. എന്നാൽ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത അള്ളാഹു ഈ ഗായികക്ക് ആ ഗാനം ആലപിക്കുമ്പോഴുള്ള ആകർഷണം കൊടുത്താതെ അള്ളാഹുള്ളത് വളരെ മോശമായാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു ഖുർആൻ പാരായണത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. അത് വല്ലാത്ത ആഘോഷമാണ്. ആ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചത് ആരാണ്? ലോകത്തിന്റെ നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സെറ്റപ്പ് ചെയ്യുകയും അവന്റെ ഏറ്റവും ഉത്കൃഷ്ട നേതാവിനെ കൊണ്ട് വിളിച്ചു പറയാനും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായ പരിപാടിയാണ്. നമ്മുടെ ലോകത്തുള്ള എത്ര ഗാനമേളകൾ ഒരുമിച്ച് കൂട്ടിയാലും ആ ഒരു പരിപാടിയുടെ ശകലമാകുമോ? അത്രയും മധുരമുള്ള ആ സദസ്സിലേക്ക് വരാൻ കഴിയാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച് ആരാണെന്നറിയോ? മ്യൂസിക്കിന്റെ പിന്നിൽ നടക്കുന്നവരാണ് കേട്ടോ. അപ്പം ചില സുഹൃത്തുക്കൾ പറയും, ഉസ്താദേ, ഇത് നിങ്ങൾ വിചാരിച്ച മ്യൂസിക്കല്ല, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെയും പറ്റിക്കണ ആൾക്കാരെ നമ്മള്. മ്യൂസിക് ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. ഞാൻ കോഴിക്കോട് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി ഒരു വയലിന്റെ CD ഉണ്ടെങ്കിൽ വാങ്ങാം, നമ്മുടെ ഭാര്യക്കും മക്കൾക്കൊക്കെ കേൾപ്പിക്കാന്ന് വിചാരിച്ച് CD വിൽപ്പന നടത്തുന്ന ഒരു ബുക്ക് സ്റ്റാളിൽ കയറിയതായിരുന്നു. അപ്പൊ ഇവിടെ ഒരു നല്ല മദ്ഹ് ഗാനം, ഗാനാവുമ്പോ അതൊരു നമ്മളെ സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബുക്ക് സ്റ്റാൾ ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ അതൊന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അയാളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ കമ്പ്യൂട്ടറിലിട്ടു. ഇട്ടപ്പോഴേക്ക് അങ്ങനെ ജിലി എന്ന് പറഞ്ഞിട്ട് മറ്റേ മ്യൂസിക് അങ്ങോട്ട് വന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഇത് മ്യൂസിക് ആണല്ലോ, ഇത് നമുക്ക് പറ്റാത്ത. ഇതല്ല സ്ഥാനം, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. നിങ്ങൾ വിചാരിച്ച മ്യൂസിക് അല്ല, ഇത് കമ്പ്യൂട്ടർ മ്യൂസിക്കാണ്. സുബ്ഹാനല്ലാഹ്, തഖ്വ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര് ഈ ആഖിർ സമാനിന്റെ ഈ വികൃതികളുടെ പിന്നിലൊന്നും പോകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ വാദ്യോപകരണങ്ങൾ ഇസ്ലാം വിലക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് ജനറൽ പോയിന്റായി പഠിപ്പിച്ച സ്ഥലത്ത് പറഞ്ഞത് ത്വറബ് എന്നാണ്. അത് മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കും, മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു പ്രത്യേകമായ മധുരം ആ ഒരു വാദ്യോപകരണങ്ങൾക്കുണ്ടാകുമല്ലോ 6 മണി മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ. അതാണ് അതിന്റെ രഹസ്യം പറഞ്ഞത്. ആ രഹസ്യം സാക്ഷാൽ ആയുധം ഉപയോഗിച്ചാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും രണ്ടും ഒരുപോലെയല്ലേ? പിന്നെ എന്തിന് നാം കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു ആയുധത്തിന്റെ പിന്നിൽ പോകുന്നു? അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ കുഴപ്പമുണ്ടാകുന്ന ഒരു വിഷയത്തിന്റെ കെയർ ഓഫിൽ കുഴപ്പമില്ലാത്ത വിഷയങ്ങളെ പോലും
അവൻ മാറ്റി നിർത്തുന്നത് വരെ ഒരാള് ശരിയായ മുത്തക്കിയാകുന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കാതും നമ്മുടെ കേൾവിയും നമ്മുടെ കണ്ണും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പണയം വെക്കേണ്ടതില്ല. നമ്മുടെ തഖ്വ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, പറയേണ്ടത് മാത്രം പറയുക, കാണേണ്ടത് മാത്രം കാണുക. അർഹമുർ റഹീമായ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യവും കൂടെ പറയാനുണ്ടായിരുന്നു, അത് പറയുമ്പോൾ സമയം വൈകിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയത്തിന് ബർക്കത്ത് തരട്ടെ. ഇന്നിപ്പോൾ ഏകദേശം ഇവിടെ 6:15 അടുത്തു. താലിമീങ്ങൾക്ക് അവർക്കുള്ള നോമ്പ് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ടായത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. മറ്റു വിഷയത്തിലേക്ക് കടന്നാൽ ഇനി സമയം നീണ്ടുപോകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഉപദേശിക്കാനുള്ള ഒറ്റ കാര്യം എന്താണ്? നമ്മളൊക്കെയും ഉണരണം. ഇത് വിശുദ്ധ റമദാനാണ്. ഈ റമദാനിൽ നാം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. തീർച്ചയായും സുരക്ഷിതമായി നിങ്ങൾക്ക് തഖ്വ, നമുക്ക് നിങ്ങൾക്ക് എന്നല്ല, ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. നമുക്ക് തഖ്വ വാങ്ങാൻ വേണ്ടി അതിന് പറ്റിയ എല്ലാ അവസരങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് അല്ലാഹു തആല റമദാനെ തുറന്നു തന്നിട്ടുള്ളത്. നമ്മളൊക്കെയും പലപ്പോഴും കേട്ടതാണ്, പറഞ്ഞതാണ്. വിശുദ്ധ റമദാൻ വന്നാൽ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുമെന്ന്. എന്താണ് ഈ മലർക്കെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, അഥവാ സ്വർഗത്തിനെ മലർക്കെ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രതീക്ഷകളെയാണ് അല്ലാഹു തആല സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. അഥവാ സ്വർഗമെന്ന് ആഗ്രഹിച്ചവർക്ക് പോലും നേടിയെടുക്കാൻ പാകതയില് അതൊരു ശുഭലക്ഷണമാണ് കാണിക്കുന്നത്. നരകത്തിന്റെ ആഴിയിലേക്ക് അമർന്നു പോകാൻ ഇടവരുത്തിയ ജീവിതത്തിന്റെ പതിറ്റാണ്ടുകൾ മുഴുവനും പ്രതിക്കൂട്ടിൽ മാത്രം ജീവിച്ചു പോയ എന്നെയും നമ്മിൽ അധിക പേരെയും പോലെ നിർഭാഗ്യവാന്മാരായ പലർക്കും മുമ്പില് ഇതാ നിങ്ങൾ നരകത്തേക്ക് കടക്കണ്ട, എല്ലാം അടച്ചിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, നിങ്ങളുടെ 40 കൊല്ലം വിടൂ, നിങ്ങൾ ഇതുവരെ നരകത്തിലേക്ക് വിടാൻ പാകമായി 50 കൊല്ലം ജീവിച്ചു, വിടൂ, ആ നരകം ഞാൻ പൂട്ടി, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, ഇതാ തുറന്നു വെച്ച സ്വർഗമുണ്ടല്ലോ, നിങ്ങൾ അതിലേക്ക് നോക്കൂ, ആ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ നമുക്ക് മുന്നിൽ തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്. ആ സ്വർഗം തുറന്നു വെച്ച് തന്നിരിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് നരകത്തിൽ നിന്ന് തെന്നിമാറി സ്വർഗത്തിലേക്ക് എത്താൻ കുതിക്കുന്ന മനുഷ്യനുള്ള അവസരങ്ങൾ സുലഭമാണ്. അതിനെ പറ്റിയ പാഠങ്ങൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ, ഒരു വിഷയം നമ്മൾ മറക്കാതെ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ അവകാശവാദമാണ്. ഈ പറയപ്പെട്ട തഖ്വകളെല്ലാം സംഭരിക്കാൻ പറ്റിയ പ്രത്യേകമായ സീസൺ സമയമാണോ വിശുദ്ധ റമദാൻ? അത് നമുക്കൊരു ദിവസത്തെ ശരിയായ ക്ലാസ് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ റമദാനിന്റെ മധുരം നമുക്കറിയുകയുള്ളൂ. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടുക. ഈ റമദാൻ ശരീഫിന്റെ ഉള്ളിലുള്ള ഉൾനിധികളെ കുറിച്ച്, അതിന്റെ ഉള്ളിലുള്ള മധുരങ്ങളെ കുറിച്ച്, റമദാനിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളെ കുറിച്ച് അറിഞ്ഞു പോയാൽ തമന്നത്തുമ്മത്തി അന്തകൂന അയ്യകൂന റമദാന സനത കുല്ലഹാ, റമദാൻ വർഷം മുഴുവനും നിലനിന്നിരുന്നെങ്കിൽ എന്ന് മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചു പോകുമായിരുന്നു. നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മയിൽ